നമസ്കാരം. നാട്യങ്ങളോ താരജാടയോ ഇല്ലാത്ത ഒരു പച്ച മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. മാത്രമല്ല നിർഭയനും സത്യസന്ധനുമായിരുന്നു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു. ഒന്നിനോടും അമിതമായ അഭിനിവേശമോ എതിർപ്പോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും. അതുണ്ടാക്കുന്ന നഷ്ടമൊന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുണ്ടായ വേർപാട് പോലെയാണ് മലയാളികൾക്ക് ശ്രീനിവാസന്റെ മരണം. ആ മഹാനായ മനുഷ്യന്റെ നന്മകൾ ഏറ്റുവാങ്ങിയാണ് രണ്ട് ആൺമക്കളും ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നത്. ആ കുടുംബത്തിലുണ്ടായ നഷ്ടം അതുകൊണ്ട് തന്നെ നമ്മുടെയും നഷ്ടവും വേദനയുമായി മാറുന്നു. ശ്രീനിവാസന് ലഭിച്ചതുപോലെ ഹൃദ്യമായ ഒരു യാത്രാമൊഴി ഇതിനു മുമ്പ് മലയാളികൾ കണ്ടിട്ടുമുണ്ടാവില്ല. മഹാനായ കലാകാരൻ ശ്രീനിവാസൻ ഇനി ഇല്ലെന്ന സത്യം മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇനി ഇതുപോലൊരു പ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടാവുകയുമില്ല. സിനിമ പോലെ തന്നെ ശ്രീനിവാസന് പ്രിയപ്പെട്ടതായിരുന്നു കൃഷി. ഷൂട്ടിംഗ് ഇടവേളകളിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങിയ ശേഷം ശ്രീനിവാസന് കിട്ടിയ സുഹൃത്താണ് മനു ഫിലിപ്പ്. ഇരുവരും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ജൈവകൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ധ്യാനാണ് അച്ഛനു വേണ്ടി മനുവിനൊപ്പം കൃഷി ചെയ്യുന്നത്. 14 വർഷത്തെ സൗഹൃദമാണ് ശ്രീനിയുമായി മനുവിന്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ മനുവാണ്. പ്രിയ താരത്തിന്റെ വേർപാടോടെ സഹോദരനെ നഷ്ടപ്പെട്ടു പോയെന്നാണ് മനു പറഞ്ഞിരുന്നത്. വളരെ വർഷങ്ങളായി ശ്രീനിവാസന്റെ കുടുംബ സുഹൃത്താണ് കർഷകനും അയൽവാസിയുമായ മനു ഫിലിപ്പ്. ഇരുവരും ഒരുമിച്ചാണ് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്തു പോന്നിരുന്നത്. അവസാന നിമിഷങ്ങളിലും അദ്ദേഹത്തോടൊപ്പം മനു ഉണ്ടായിരുന്നു. മരണം പെട്ടെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ വേർപാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനുവിന്റെ കണ്ണുകൾ നിറയും. 3-3.5 കൊല്ലം മുമ്പാണ് ശ്രീനിയേട്ടൻ അസുഖം തുടങ്ങിയത്. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വശം അല്പം വീക്കായതുപോലെ തോന്നുന്നുവെന്ന് പറഞ്ഞു. അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി സ്ട്രോക്കിന്റെ ആരംഭമായിരുന്നുവെന്ന്. അവിടെയാണ് തുടക്കം. മനു ഫിലിപ്പ് ആ കുടുംബവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് അസുഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല നേരത്തെ മുതൽ ഷുഗർ ഉള്ളയാളാണ്. സിഗരറ്റ് നന്നായി വലിക്കുമായിരുന്നു. കഥ എഴുതുമ്പോൾ മുറി അടച്ചിരുന്ന് ഭയങ്കരമായി വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന ശീലം മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു. 3-4 വർഷം വലി നിർത്തിയിരുന്നു. അമേരിക്കൻ ട്രിപ്പ് പോയി വന്നതോടെ രണ്ടാമത് വീണ്ടും തുടങ്ങി. അതോടെയാണ് അസുഖം വരുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൃഷിയാണ് ശ്രീനിവാസനെയും മനുവിനെയും അടുപ്പിച്ചത്. ധ്യാൻ സ്വമേധയ വന്നാണ് അച്ഛനെ കൃഷി ഏറ്റെടുത്തത്. സാറിന് കൃഷിയോട് കൂടുതൽ അടുപ്പമുണ്ട്. ഇടയ്ക്കിടെ അപ്ഡേഷൻസ് ചോദിക്കും. ധ്യാനിന് അത്രത്തോളം അടുപ്പമില്ല. നെൽകൃഷി, പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട്. വിളവെടുപ്പിനെല്ലാം ശ്രീനിയേട്ടൻ വരാറുണ്ടായിരുന്നു. കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം സ്ഥലം തന്നെ വാങ്ങിയത്. 2 ഏക്കറിൽ തുടങ്ങിയ കൃഷിയാണ്. കാട് മുഴുവൻ വെട്ടിത്തളിച്ചാണ് പാടമാക്കി മാറ്റിയെടുത്തത്. ഷൂട്ടിംഗ് തിരക്ക് കഴിഞ്ഞ് വന്നാൽ ആദ്യം വരുന്നതും കൃഷിയിടത്തിലേക്കാണ്. വയ്യാതായപ്പോഴും കാറിൽ വന്ന് കൃഷിയൊക്കെ വീക്ഷിക്കുമായിരുന്നു മനു പറഞ്ഞു. കാല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡയാലിസിസിന് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. മനു എനിക്ക് ഭയങ്കര വേദനയാണെന്നാണ് കണ്ടയുടനെ ശ്രീനിയേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരം. നടക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞു. കുറച്ചു ദൂരം നടന്നു. പെട്ടെന്ന് വയ്യാതെയായി. ഉടനെ ഞങ്ങൾ എടുത്ത് വണ്ടിയിൽ കയറ്റി. ശ്രീനിയേട്ടന്റെ മരണം വലിയ സങ്കടമായി പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വണ്ടി ഓടിച്ചു പോയതെന്നും അറിയില്ല. ധ്യാനിനെയും വിനീതിനെയും വിവരങ്ങൾ അറിയിച്ചത് അർപ്പിതയാണ്. ശ്രീനിയേട്ടനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് ചേച്ചിയാണ്. ചേച്ചിയെ കണ്ടില്ലെങ്കിൽ ശ്രീനിയേട്ടന് വിഷമമാണ്. കഥ എഴുതാനായി എവിടെയെങ്കിലും മാറി താമസിച്ചാൽ പോലും വിമല ചേച്ചിയെ ശ്രീനിയേട്ടൻ വിളിച്ച് വരുത്തും. രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. മരിക്കുന്നത് വരെ അവർ പ്രണയിച്ചു. വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. കൊച്ചുമക്കളെ കാണുമ്പോൾ ശ്രീനിയേട്ടനുള്ള സന്തോഷം ഭയങ്കരമാണ്. കൂടെയുള്ളത് ധ്യാനിന്റെ മകളാണല്ലോ. നല്ലൊരു മനുഷ്യനാണ് ശ്രീനിയേട്ടൻ. മക്കളെ അവരുടെ ഇഷ്ടത്തിനാണ് അദ്ദേഹം വിട്ടേക്കുന്നത്. അഭിമുഖങ്ങളിലെല്ലാം സംസാരിക്കുന്നത് പോലെ വീട്ടിൽ വന്നാലും എപ്പോഴും ചിരിയും വർത്തമാനവും ഒക്കെല്ലാമാണ്. 1 മിനിറ്റ് പോലും ശ്രീനിയേട്ടന്റെ അടുത്തുനിന്ന് ചേച്ചി മാറാറില്ല. അദ്ദേഹം മരിച്ചിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ലെന്നും മനു ഫിലിപ്പ് പറയുന്നു. അതേസമയം ഒരാഴ്ച പിന്നിടുന്നു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീനിവാസനെ നഷ്ടപ്പെട്ടിട്ട്. ആരോഗ്യത്തിന് അദ്ദേഹം അല്പം കൂടി പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ, പുകവലി പോലുള്ള ദുശീലങ്ങൾ അല്പം നേരത്തെ നിർത്തിയിരുന്നുവെങ്കിൽ കുറെ കാലം കൂടി അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കാനും പ്രിയ കലാകാരന്റെ എഴുത്തുകളും അഭിനയ മികവും ആസ്വദിക്കാനും മലയാളികൾക്ക് കഴിയുമായിരുന്നു. എല്ലാ കാലത്തും ഹിറ്റായി നിന്ന കോംബോയാണ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട്. മലയാള സിനിമയിലെ എവർഗ്രീൻ കോംബോ. ദാസനെയും വിജയനെയും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. മോഹൻലാലിന്റെ കരിയറിൽ വലിയൊരു നാഴികക്കല്ലായി എന്നും ശ്രീനിവാസിന്റെ തൂലികയിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളുണ്ട്. ശ്രീനിവാസിന്റെ തിരക്കഥകളാണ് മോഹൻലാലിനെ ജനപ്രിയനാക്കി മാറ്റാൻ സഹായിച്ചതിലേറെയും. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾക്ക് ഇന്നും ആസ്വാദകരുണ്ട്. പലരുടെയും സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് മോഹൻലാൽ ശ്രീനിവാസൻ സിനിമകൾ. ഒരിടയ്ക്ക് ഇരുവരും തമ്മിൽ ചെറിയ അകൽച്ചയും പിണക്കവുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇരുവരും വീണ്ടും ആ പഴയ സൗഹൃദം ശക്തമാക്കിയിരുന്നു. പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ പോലുള്ള സിനിമകൾ ചെയ്ത ശേഷമായിരുന്നു മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ അകൽച്ച വന്നത്. പക്ഷേ പിന്നീട് ശ്രീനിവാസന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടി തുടങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വീണ്ടും ശക്തമായി. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും നല്ലൊരു അടുപ്പമുണ്ട്. ശ്രീനിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലിരുന്ന് വിങ്ങുന്ന മോഹൻലാലിനെ മലയാളികൾ കണ്ടതാണ്. അവരുടെ സൗഹൃദത്തിന്റെ ആഴം യഥാർത്ഥത്തിൽ മലയാളി മനസ്സിലാക്കിയതും ആ രംഗങ്ങൾ കണ്ടപ്പോഴാണ്. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ അടുത്തിടെ റിലീസ് ചെയ്ത സിനിമ ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ ശ്രീനിവാസൻ എത്തിയതിന്റെ വീഡിയോ ഒരു ട്രിബ്യൂട്ട് പോലെ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ.
ശ്രീനിക്ക് ഏറെ പ്രിയപ്പെട്ട സത്യനന്ദിക്കാടായിരുന്നു ഹൃദയപൂർവ്വം സംവിധാനം ചെയ്തത്. മോഹൻലാലിന്റെ കൈകൾ കോർത്തു പിടിച്ച് നടക്കുന്ന ശ്രീനിവാസനെ കാണുമ്പോൾ ഒരേ സമയം മനസ്സ് നിറയുകയും വിങ്ങുകയും ചെയ്യുന്നുവെന്ന് ആരാധകർ കുറിച്ചു. ഹൃദയപൂർവ്വത്തിലെ വെഡ്ഡിംഗ് സോങ് ചിത്രീകരിച്ചത് കേരളത്തിലാണ്. അന്ന് ശ്രീനിവാസൻ ലൊക്കേഷനിലെത്തി ഏറെ നേരം ചിലവഴിച്ചു. ചിരി പടർത്തിയ അഭിനേതാവിന് ചിന്തയിലാഴ്ത്തിയ എഴുത്തുകാരന് ഹൃദയപൂർവ്വം എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കയ്യിൽ കൈകോർത്ത് കുശലം ചോദിക്കുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം. ഷൂട്ടിങ്ങുമായും കുടുംബവുമായും ബന്ധപ്പെട്ട വിശേഷങ്ങൾ സത്യനന്ദിക്കാടും ശ്രീനിവാസനോട് ചോദിച്ചു. എല്ലായിടത്തും മോഹൻലാൽ തന്നെയാണ് ശ്രീനിവാസനെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്നത്. ആരോഗ്യസ്ഥിതി വഷളായി തുടങ്ങിയതോടെ വീട്ടിൽ തന്നെയാണ് ശ്രീനിവാസൻ ഏറെയും സമയം ചിലവഴിച്ചിരുന്നത്. ഇടയ്ക്കിടെ സുഹൃത്ത് സത്യനന്ദിക്കാട് കാണാൻ വരുന്നതും അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയുന്നതുമായിരുന്നു ശ്രീനിവാസന് ആശ്വാസം പകർന്നിരുന്നത്. താൻ കാരണം ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾക്ക് മോഹൻലാലിനോട് ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് ശ്രീനിവാസൻ ക്ഷമ പറഞ്ഞ കഥ അടുത്തിടെ മകൻ ധ്യാൻ വെളിപ്പെടുത്തിയിരുന്നു. നല്ല സൗഹൃദങ്ങളിലെ ചെറിയ പിണക്കങ്ങൾ മറക്കാനും പൊറുക്കാനും ഉള്ളത് കൂടിയാണ് എന്നത് ഈ മനോഹരമായ നിമിഷം സമ്മാനിച്ചുകൊണ്ട് മോഹൻലാൽ നമ്മളെ പഠിപ്പിക്കുന്നു. നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ. മോഹൻലാൽ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കോംബോയിൽ ഒരു സിനിമ കൂടി പ്രതീക്ഷിച്ചിരുന്നു. വീഡിയോ കാണുമ്പോൾ മനസ്സിന് ഭാരമേറുന്നു. അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല അവരുടെ അവസാന കൂടിക്കാഴ്ചയാണെന്ന്. പഴയ ആ സ്നേഹം അവർ രണ്ടുപേരിലും കാണാം. ദാസനും വിജയനും തുടരും എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. അതേസമയം ഒപ്പമുള്ളവരെ എല്ലാം ചേർത്ത് നിർത്തിയിരുന്നു ശ്രീനിവാസൻ. വീട്ടിലെ സഹായികളും ഡ്രൈവറിനുമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. 17 വർഷത്തോളമായി ഷിനോജായിരുന്നു ശ്രീനിവാസന്റെ ഡ്രൈവർ. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഞങ്ങൾ. കഴിഞ്ഞ വിഷുവിനായിരുന്നു ഷിനോജിനായി ശ്രീനിവാസൻ വീടൊരുക്കിയത്. ചോറ്റാനിക്കരയിലെ ആ വീട് തനിക്ക് ലഭിച്ച അമൂല്യ സമ്മാനമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വീടിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴെല്ലാം ഷിനോജ് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ വിനീതാണ് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത്. ഇപ്പോഴത്തെ ശ്രീനിവാസനെ കുറിച്ച് ഇമോഷണൽ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഷിനോജ്. ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. എവിടെയാണെങ്കിലും ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നായിരുന്നു ഷിനോജിന്റെ കുറിപ്പ്. പ്രിയപ്പെട്ട ശ്രീനി സാർ, ഒരുപാട് ഇഷ്ടമായിരുന്നു സാറിന്റെ കൂടെയുള്ള യാത്രകൾ. ഇക്കാലം അത്രയും ഒരു ഡ്രൈവറായിട്ടല്ല, സാറിന്റെ മക്കളെ പോലെ തന്നെ എന്നെ കണ്ടു സ്നേഹിച്ചു. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഇന്നേ വരെ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. ഷിനോജിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് എപ്പോഴും പറയാറുള്ള ശ്രീനി സാർ ഇപ്പോൾ കൂടെയില്ല. ആവശ്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞാൻ ചോദിക്കില്ല എന്ന് സാറിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം വിനീതേട്ടനും ധ്യാനിനോടും പറഞ്ഞ് ചോറ്റാനിക്കരയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് തന്നത്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ദ ഗിഫ്റ്റ് ഓഫ് ലെജൻഡ്. സാറിനെ പൊന്നുപോലെ നോക്കിയ വിമല ടീച്ചറെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചേച്ചിക്ക് സാറായിരുന്നു ലോകം. എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതേ സാർ. എന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ശ്രീനി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിരവധി പേരായിരുന്നു ഷിനോജിന്റെ കുറിപ്പ് ഷെയർ ചെയ്തത്.